ഉടനെ പോകാനുള്ളത് വനമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു. അതിലേക്ക് വൈദ്യുതി കമ്പിയിലൂടെ വൈദ്യുതി സന്നിവേശിപ്പിച്ച് കാട്ടുപന്നിയെ പിടികൂടാനുള്ള കെണി വെച്ചു എന്ന് പ്രതി തന്നെ സമ്മതിച്ചല്ലോ. അപ്പോൾ അതൊരു കുറ്റമല്ലേ? അപ്പോൾ ആ പ്രതിയെ വനം വകുപ്പും ഗവൺമെൻറ്റും സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ പ്രതി ആരാ? ആ പ്രതിക്ക് വേണ്ടിയല്ലേ അവർ ശ്രമിക്കുന്നത്. പിന്നെ പഞ്ചായത്ത് എന്തുകൊണ്ടാണ് അധികാരം പ്രയോഗിച്ചില്ല? പഞ്ചായത്തിന് അവിടെ പന്നിശല്യം ഉണ്ടെങ്കിൽ ഫോറസ്റ്റിൻ്റെ പിന്നെ 4 പാനലിൽപ്പെട്ട 4 പേരെ കൊടുത്തിട്ടുണ്ട്. വനം വകുപ്പിൽ ഷൂട്ടർമാരെ അവരെ ഉപയോഗപ്പെടുത്തിയില്ലല്ലോ. അവരെ ഉപയോഗപ്പെടുത്തി ജനങ്ങളെ രക്ഷിക്കാൻ നോക്കാതിരുന്നത് എന്താണ്? അപ്പോൾ ആ വിഷയത്തിന് വനം വകുപ്പുമായിട്ട് ബന്ധമില്ല. അത് മൃഗങ്ങളെ വേട്ടയാടുന്ന ഒരു സംഘത്തിൻ്റെ പ്രവർത്തന ഫലമായി സംഭവിച്ച വലിയൊരു അത്യാഹിതമാണ്. ആ അത്യാഹിതത്തെ അങ്ങനെ കാണുന്നതിന് പകരം എന്തിനാ ശ്രദ്ധ പിടിച്ച് പിന്നെ വഴിതിരിച്ച് മാറ്റുന്നത്? ഇതിലൊരു പ്രശ്നം, ഈ പഞ്ചായത്തിനെ ഈ പറഞ്ഞ പോലെ ഇവർ വേട്ടയാടി പിടിച്ച് മാംസം വിൽക്കുകയാണെന്നാണ് പറയുന്നത്. അതെ, അപ്പോൾ അത് പഞ്ചായത്തിന് അതിനകത്തൊരു ഉത്തരവാദിത്തമില്ല. പകരം ഈ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ KSEB വനം വകുപ്പിന്റെ സ്ഥലത്തിനോട് ചേർന്നുള്ള സ്ഥലമാണ്. അപ്പം ഇവരൊക്കെ പരിശോധന നടത്തേണ്ടതല്ലേ? അല്ലാതെ പഞ്ചായത്തിന് ഉത്തരവാദിത്വം ഇല്ലേ? ഈ വേട്ടയാടി പിടിക്കുന്ന ആളുകളെ പിടിക്കുന്നത് ആഭ്യന്തര വകുപ്പല്ലേ വേണ്ടത്? അല്ല, നിയമലംഘനം നടത്തിയാൽ പിന്നെ പഞ്ചായത്തിന്, പ്രത്യേകിച്ചും കാട്ടുപന്നികളെ പിന്നെ ഉപദ്രവിക്കുന്നതിന് പകരം അവർക്ക് അധികാരം കിട്ടി അവരെ ചുമതലപ്പെടുത്തിയൊരു ജോലി വേറെ ആൾ ചെയ്യുമ്പോൾ, അതും തെറ്റായ വഴിയിലൂടെ ചെയ്യുമ്പം അത് ശ്രദ്ധിക്കാനും നിരീക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം അവർക്കില്ലെങ്കിൽ അവർ പറയട്ടെ. ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം, ജനങ്ങളോട് ഞങ്ങൾക്കൊരു ഉത്തരവാദിത്വമില്ല, വെറും എ കെ ശശീന്ദ്രനും പിണറായി വിജയനും മാത്രമാണ് ഉത്തരവാദിത്വം എന്ന് പറയട്ടെ. അവർക്കൊരു ഉത്തരവാദിത്വം ജനങ്ങളോടില്ല എന്നതാണോ? അതൊരു ശരിയായ നിലപാടല്ല. രാവിലത്തെ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഈ സംശയം കൂടിക്കൂടി വരികയാണ്. ഇവരെ ഓരോ നടപടിയും കാണുമ്പം എന്തിനാണ് അവരെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടുമായി മുമ്പോട്ട് പോകുന്നത്? ഇത് വനം വകുപ്പുമായോ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള വീഴ്ചയല്ല എന്നൊന്നും അവർ പറയണ്ട. ഇത് കാട്ടുകള്ളന്മാരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഗുരുതരമായ നിയമലംഘനമാണെന്നൊരു നല്ല വാക്ക്, സത്യസന്ധമായ ഒരു വാക്ക് അവർ പറയട്ടെ. അപ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും എൻ്റെ വർത്തമാനത്തിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പിന്നെ അത് പിൻവലിക്കുന്നതിനോ എൻ്റെ ഭാഗത്ത് ഉള്ളത് പിന്നെ പെശ ചൂണ്ടിക്കാണിച്ചാൽ തിരുത്തുന്നതിനോ. പക്ഷേ ഇവർ തിരുത്തട്ടെ. എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. അല്ല, അവിടെ ഇങ്ങനെ കുരുക്ക് വെച്ച് നടത്തുന്നതിനുള്ള ആളുകളെ സംരക്ഷിക്കുന്നു. അപ്പോൾ അവരുടെ അറിവോടും സമൂഹത്തോടും കൂടിയാണോ? അവർ UDF കാരാണ്. UDF കാർ നടത്തിയൊരു പ്രവർത്തനത്തെ ഈ സമയം വരെയും അപലപിച്ചിട്ടില്ല. അവർ ചെയ്തത് വലിയ പാപമായിപ്പോയി, ക്രൂരതയായിപ്പോയി എന്നൊരു ഒരു വാക്ക് അപലപിച്ചിട്ടുണ്ടോ ഈ സമയം വരെ? അവരെ പേരിൽ കടുത്ത നടപടി സ്വീകരിക്കണമെന്നും അവർ ചെയ്തത് തെറ്റാണെന്നും അവർക്ക് പാർട്ടി ബന്ധമുണ്ടെങ്കിൽ അവർ പാർട്ടിയിൽ ഉണ്ടാവില്ല എന്ന് പറയാനുള്ള ആർജവം അവർ കാണിച്ചു ഈ സമയം വരെ. അല്ല, ആ സംശയം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പക്ഷേ അല്ല, UDF അല്ല, ആ പ്രവൃത്തിയിൽ ദുരൂഹതയുണ്ടല്ലോ. ആ ദുരൂഹതയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ആ ദുരൂഹത നീക്കണമെങ്കിൽ അവരുടെ നിലപാട് അവർ വ്യക്തമാക്കണം. അവർക്കിതിലൊരു പങ്കുമില്ല, ഇവർ ന്യായീകരിക്കുന്നില്ല, അവർ ശിക്ഷിക്കാൻ പോകുന്നില്ല. ഇപ്പം എന്തിനാണ് അവർ ഇന്നലെ രാത്രി സമരം നടത്തി? ശരി, പെട്ടെന്നുള്ള വികാരത്തിനല്ല, ഇപ്പോഴും എന്തിനാണ് സമരം നടത്തുന്നത്? ഈ പറയുന്ന, അതായത് ഇവരെ ഇങ്ങനെ കമ്പി കെട്ടി ഈ പന്നികളെ കൊല്ലുന്ന തരത്തിൽ അവിടെ കെട്ടുന്നു, അതിനുശേഷം കുട്ടി മരിക്കുന്നു, ഇങ്ങനെ പ്രതിഷേധം ഉണ്ടാവും. അങ്ങനെയല്ല. ഇങ്ങനൊരു സംഭവം ഉണ്ടായ ഉടനെ ഇത് ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാണ് എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് എന്തോ ധാരണ അവർക്ക് ഉണ്ടെന്നല്ല, എന്തോ ഒരു അറിവുണ്ടല്ലോ. അല്ലാതെ ഇങ്ങനെ അവർ പറയുന്നത് അതങ്ങനെ ഇതിലെങ്ങനെ ഒരു സ്വകാര്യ വ്യക്തികൾ ചെയ്ത കാര്യത്തിലെങ്കിൽ അവരെ പേരിൽ സർക്കാർ നടപടി എടുക്കുന്നില്ലെങ്കിലല്ലേ സർക്കാരിനെതിരെ പ്രതിഷേധം ഉണ്ടാകുക? അല്ല, വനഭാഗം ഏത് ഭാഗം ഇപ്പം അത് നീട്ടി വലിച്ചിട്ട് നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യണം. വനം വകുപ്പിന് ഈ വിഷയത്തിൽ, വനം വകുപ്പിന് വേറെ കാര്യമില്ല, ഈ വിഷയത്തിൽ വനം വകുപ്പിൻ്റെ റോൾ എന്താ? അതെ, എല്ലാ കാര്യം അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ എന്താ വേണ്ടത്? അതിൽ പരിശോധന രേഖപ്പെടുത്താം, സങ്കടപ്പെടാം, പ്രതിഷേധിക്കാം, എല്ലാം ചെയ്യാം. പക്ഷേ ഇത് അവരെങ്ങനെ ആദ്യത്തെ മിനിറ്റിൽ തന്നെ പറഞ്ഞത് ഇത് ഗവൺമെൻറ് സ്പോൺസേഡ് മർഡറാണ് എന്ന് പറയാൻ കിട്ടിയ തെളിവെന്താണ്? യുക്തി എന്താണ്? ആ യുക്തി വെളിപ്പെടുത്തിയാൽ എൻ്റെ യുക്തിയും ഞാൻ വെളിപ്പെടുത്താം.